ബെഹ്റയ്ക്കെതിരെ ആഞ്ഞടിച്ച് മുൻ DGP സെൻകുമാർ. DGP ലോക്നാഥ് ബെഹ്റയെ പരിഹസിച്ചാണ് മുൻ DGP സെൻകുമാർ രംഗത്തെത്തിയത്. ലോക്നാഥ് ബെഹ്റയ്ക്ക് പകരം പാഷാണം ഷാജിയെ DGP ആക്കുന്നതാണ് മെച്ചമെന്നും CPM-ന് വേണ്ടി പണിയെടുക്കുന്നവരായി പോലീസ് മാറിയെന്ന് സെൻകുമാർ പരിഹസിക്കുന്നു. പോലീസ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ DYFI നേതാക്കളെക്കാൾ മോശമായ ഘടകമായി മാറിയിരിക്കുന്നു. DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് പാഷാണം ഷാജിയുടെ നല്ല ഛായയുണ്ട് എന്ന് വെച്ച് പാഷാണം ഷാജിയെ DGP ആക്കാൻ പറ്റുമോ എന്ന് ഒരാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാഷാണം ഷാജിയെ DGP ആക്കിയാൽ നിങ്ങൾക്ക് ഒരു ബെറ്റർ DGP കിട്ടും. എന്തായാലും ഇത്ര മോശമായ പോലീസിനെ CPM-ന്റെ ഒരു ഘടകം മാത്രമാക്കിയ ഇത്ര മോശം ഒരവസ്ഥ അടിയന്തരാവസ്ഥ കാലത്തു പോലും ഉണ്ടായിട്ടില്ല. ഇതാണ് സെൻകുമാറിന്റെ അഭിപ്രായം. പിണറായി സർക്കാരിന്റെ ശത്രുപക്ഷത്തായിരുന്ന സെൻകുമാർ പിന്നീട് BJPക്ക് ഒപ്പം ചേർന്നിരുന്നു. ശബരിമല പ്രക്ഷോഭത്തിൽ അണിചേർന്ന സെൻകുമാർ പിന്നീട് ശബരിമല കർമ്മസമിതിയുടെ തലപ്പത്തെത്തുകയും ചെയ്തു. രാഹുൽ ഗാന്ധിക്ക് രാജ്യസഭ വഴി പാർലമെന്റിൽ എത്തേണ്ട സ്ഥിതിയാകുമെന്നും മുൻ DGP സെൻകുമാർ പറഞ്ഞിരുന്നു. ലോക്സഭയിൽ ജയിക്കാത്ത രാഹുലിനായി CPM-ന് പാർലമെന്റിൽ കൈപ്പൊക്കേണ്ടി വരില്ലെന്നും സെൻകുമാർ തുറന്നടിച്ചിരുന്നു. ചാനൽ ചർച്ചകളിൽ സജീവമായിരുന്ന കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് എത്തിയപ്പോൾ നെറ്റിയിലെ കുറി മാഞ്ഞുപോയി. ഇതാണ് കോൺഗ്രസുകാരുടെ മതേതരത്വമെന്നും സെൻകുമാർ പരിഹസിച്ചിരുന്നു. രാഹുലിന്റെ സ്വന്തം മണ്ഡലമായ അമേഠിയിൽ BJP സ്ഥാനാർത്ഥിയായി സ്മൃതി ഇറാനി എത്തിയതോടെയാണ് രാഹുലിന്റെ ജയസാധ്യതയെപ്പറ്റി കോൺഗ്രസ് ക്യാമ്പിൽ ചർച്ച തുടങ്ങിയത്. ജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ കൂടി രാഹുൽ മത്സരിക്കാനാണ് തീരുമാനം. അത് വയനാട് ആയിരിക്കുമെന്ന രീതിയിൽ ചർച്ചകൾ ദിവസങ്ങളായി പുരോഗമിക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP 20 സീറ്റുകളിലും വിജയിക്കുമെന്ന് പ്രവചിച്ചിരുന്നു സെൻകുമാർ. കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളിലും BJP ജയിക്കും. 50% വോട്ടുകൾ നേടിയാവും BJPയുടെ വിജയമെന്നും സെൻകുമാർ പറഞ്ഞിരുന്നു. കോൺഗ്രസും CPM-ഉം തമ്മിലാണ് തിരഞ്ഞെടുപ്പിൽ സഖ്യമുള്ളതെന്നും സെൻകുമാർ ആഞ്ഞടിച്ചിരുന്നു. കോമ ഒന്നും ഇനി കോൺഗ്രസും മാർക്സിസ്റ്റിന്റെ സഖ്യമായ കോമ ഒന്നും ഇനി വിലപ്പോകില്ല. തിരുവനന്തപുരം മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരൻ വിജയിക്കും. കുമ്മനത്തിന് വിജയിക്കാൻ BJPക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെയും ആവശ്യമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് വിവരം വെച്ചിട്ടുണ്ട്. ഇനി BJPയെ ഭിന്നിപ്പിച്ച് തോൽപ്പിക്കാൻ സാധിക്കില്ലെന്നും സെൻകുമാർ പറഞ്ഞിരുന്നു. എന്തായാലും സെൻകുമാർ ഇപ്പോൾ BJPയോടൊപ്പം ചേർന്ന സർക്കാരിനെ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ലോക്നാഥ് ബെഹ്റയെ പാഷാണം ഷാജിയോട് ഉപമിച്ചത്. ഒരു മിമിക്രി ആർട്ടിസ്റ്റ്, ഒരു സിനിമാ താരം എന്ന നിലയിൽ മികച്ച കഴിവ് തെളിയിച്ച പാഷാണം ഷാജിയോടൊപ്പം ലോക്നാഥ് ബെഹ്റയെ താരതമ്യം ചെയ്ത് പരിഹസിച്ചിരിക്കുകയാണ് മുൻ DGP സെൻകുമാർ. എന്തായാലും ഇത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സർക്കാരിന്റെ മുഖത്തടിക്കുന്ന രീതി തന്നെയാണ് സെൻകുമാർ എടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.